എഫ് ഓൺ ട്രയലിലേക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റ് പ്രസംഗമായിരുന്നു നമ്മൾ ഇന്ന് കണ്ട ബജറ്റ് പ്രസംഗം. കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം. ആ ബജറ്റ് പ്രസംഗം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തെയുമൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു തുടർ ഭരണത്തിലൂടെ 10 വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഫുൾ ബജറ്റ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. കേരളം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അത്തരം ഒരു ഘട്ടത്തിൽ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ദീർഘമായ ബജറ്റ് എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് മുമ്പാകെ എന്താണ് ഇടതുപക്ഷ സർക്കാർ മാത്രമല്ല സർക്കാരുകൾ മുന്നോട്ട് വെച്ചത്, അത് ഏതൊക്കെ നിലയിൽ പുരോഗമിച്ചു, അങ്ങനെ അത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഏറ്റെടുത്ത ദൗത്യം 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയത്. 2011-16 UDF കാലവുമായി താരതമ്യമൊക്കെ ആ ബജറ്റ് പ്രസംഗത്തിൽ നമ്മൾ ആവോളം കണ്ടു. ഈ ബജറ്റിൻ്റെ ഒരു ആമുഖം പരിശോധിച്ചാൽ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കടന്നുപോയ കാലത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ വെല്ലുവിളികൾ, ധനപ്രതിസന്ധികൾ, കേന്ദ്ര സർക്കാർ തീർത്ത വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക ഞെരുക്കം, അതുപോലെ തന്നെ രാഷ്ട്രീയ വെല്ലുവിളികൾ, വർഗീയതയുടെ ആശങ്കാജനകമായൊരു വലിയ വരവ് കേരളത്തിന് നേരെ നടന്നു വരുന്നത്, ഇതെല്ലാം ആ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആമുഖത്തിലൂടെ കടന്നാണ് കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയതും പൂർത്തീകരിച്ചതും. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി അക്കാര്യങ്ങൾ കുറേ കൂടി വിശദമായി തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിൻ്റെ തുടർച്ചയിലാണ് ഈ അല്പനേരം നമ്മൾ എഫ് ഓൺ ട്രയലുമായി പോകുന്നത്. ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് നമ്മൾക്കൊപ്പം പങ്കുചേരും. അല്പസമയത്തിനകം അദ്ദേഹം എത്തും എന്നാണ് വിചാരിക്കുന്നത്. ഒപ്പം ഈ എഫ് ഓൺ ട്രയലിൽ പതിവ് പോലെ ധനകാര്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന്, അഭിപ്രായങ്ങൾ പറയുന്നതിന്, ബജറ്റും അതുപോലെ കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തെക്കുറിച്ചുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള വിദഗ്ധ പാനൽ ഉണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. FM ഓൺ ട്രയലിൽ പങ്കെടുക്കുന്ന അതിഥികൾ: കെ. രവി രാമൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം; ജി. വിജയരാഘവൻ, മുൻ ആസൂത്രണ ബോർഡ് അംഗം; ഡോക്ടർ P.S. ശ്രീകല, കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ; E.M. നജീബ്, പ്രസിഡന്റ്, കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി; കണ്ണൻ വി. നായർ, ഗവേഷക വിദ്യാർത്ഥി. ചർച്ച ബജറ്റിനെ കുറിച്ചാണ്. ധനകാര്യമന്ത്രിയുമായി ബജറ്റുമായി ബന്ധപ്പെടുത്തി സംവദിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് നമ്മൾക്ക് ചോദിക്കാനുള്ളത്, ആദ്യ ചോദ്യം, ആമുഖ ചോദ്യം ഒന്നേ ഉള്ളൂ: ബജറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ശ്രീ വിജയരാഘവൻ, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റേബിൾ ബഡ്ജറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷണൽ ബഡ്ജറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ കുറേ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സോഷ്യൽ ഇമ്പാക്റ്റിനുള്ള ഒരു കണ്ടിന്യൂവേഷൻ കാണുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ വിമൻ സെൻട്രിക് ആയിട്ടുള്ളത്, പിന്നെ ആശ അംഗൻവാടി വർക്കേഴ്സിൻ്റെ കൂട്ടുന്നത്, അത് തന്നെ നവംബറിൽ ഒന്ന് കൂട്ടിയ ശേഷം വീണ്ടും ഇപ്പോൾ ഇത് വരുന്നതിൻ്റെ ഒരിത്, ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ മാറ്റം, അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഫോക്കസ് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉള്ള ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹെൽത്ത് പറയുന്നുണ്ട്, ഡിഗ്നിറ്റിയുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, അതിനൊക്കെ ബജറ്റിൽ പക്ഷേ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസസ് അല്ല. ഇറ്റ് ഇസ് എൻ ഇൻക്രീസ് വിച്ച് ഇസ് എ മോഡസ്റ്റ് ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൽ ഉള്ള 2-3 കാര്യങ്ങളുള്ള ഞാനൊരു കുറച്ച് മൈനസ് പോയിൻറ്റ്സ് പറയുന്നു. ഒന്ന്, ആ ഒരു ഫിസ്ക്കൽ സസ്റ്റൈനബിലിറ്റി, അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. രണ്ടാമത്തെ ഇത് പറയുന്നത്, വലിയ ഗ്രോത്ത് എൻജിൻസ് കാണുന്നില്ല. അതിൽ ആ ഗ്രോത്ത് എൻജിൻ എന്ന് പറയുന്നത് മറ്റേ ആ റെയിൽ പ്രോജക്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം. പക്ഷേ അതും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് നമ്മൾ പറയുന്ന സിൽവർ ലൈനിൻ്റെ ഒരു ലൈനിലേക്ക് പോവുകയും ഇത് പറയുന്നതിൻ്റെ അന്ന് തന്നെ ശ്രീധരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഇത് നടക്കില്ല, അദ്ദേഹം പറയുന്നത് നടക്കാൻ പോകണമെന്നുള്ള. അപ്പോൾ ആ ഒരു ഇതിൽ ആ വലിയ ഗ്രോത്ത് എൻജിൻസ് ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അല്ല. പക്ഷേ മിനിസ്റ്റർ പറഞ്ഞത് കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൻ്റെ നട്ടെല്ലാണ് ഒരു ഹൈ സ്പീഡ് അല്ലെങ്കിൽ അത്തരമൊരു റെയിൽ കോറിഡോർ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് വീണ്ടും എത്താൻ കഴിയുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ അതിലേക്ക് 100 കോടി ബജറ്റിൽ വെക്കുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ച് അല്ലേ? 100 കോടി ഈസ് നത്തിങ്. അല്ല, അതിലേക്ക് നീങ്ങുമ്പോൾ പക്ഷേ അതാണ് 100 കോടി പറയുന്നത്. അതിൻ്റെ പ്രോജക്റ്റ് ട്രിപ്പ് മറ്റേ കഴിഞ്ഞ DPR ഒക്കെ നമ്മൾ കേരളയിൽ നമ്മൾ ഇതിനേക്കാളും ചിലവായി കാണും ഇപ്പോൾ തന്നെ, വിത്ത് നത്തിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്തുള്ള ഞാൻ ഒരു ഓവറോൾ ഇത് പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രെങ്സിനെ അത് സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഒരു ക്ലിയർ
ആർട്ടിക്കുലേഷൻ ഓഫ് ഗ്രോത്തും ജോബ് ക്രിയേഷനും ഞാനതിൽ കാണുന്നില്ല. ദറ്റ് ഈസ് മൈ ദിസ് ഇന്ത്യ. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റേബിൾ ബഡ്ജറ്റ് ബട്ട് നത്തിങ് ട്രാൻസ്ഫോർമേഷണൽ. യെസ്. ശ്രീ രവിരാമൻ, ഇതിൻ്റെ ഒരു ഫോക്കസ് യഥാർത്ഥത്തിൽ ഈ ഒരു ബജറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണോ ബാലഗോപാൽ അവതരിപ്പിച്ചത്? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു 10 വർഷം ജനങ്ങളോട് ഭരണത്തിലിരുന്നു കൊണ്ട് എൻഗേജ് ചെയ്ത ഒരു സർക്കാർ, അതൊരു തുടർച്ച കൂടിയാണ്. അപ്പോൾ കമ്മിറ്റഡായി പറഞ്ഞ കാര്യങ്ങൾ അത് എത്രമാത്രം ചെയ്യാനായി അദ്ദേഹം ഇടയിൽ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ വെച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലുള്ള ഒരു അവതരണം കൂടി ഈ ബജറ്റിലുണ്ടായിരുന്നു. അതിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ വിജയരാഘവൻ സാറ് പറഞ്ഞ് നിർത്തിയെടുക്കുന്നത് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിനോട് വിയോജിപ്പുണ്ടോ? തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അങ്ങേയറ്റം ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള ഒരു ബജറ്റാണ്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് വെൽഫെയർ സിസ്റ്റത്തെ ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടുന്ന ഈ പ്ലാൻ ഔട്ട്ലേ ഉണ്ടല്ലോ, അതിലൊരു വർധനവ് വരുത്തുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണത് ചെയ്യുന്നത്. പ്ലാൻ സൈസിൽ അബ്സല്യൂട്ടായിട്ട് ഉള്ള ഒരു എമൗണ്ട് വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ എക്കണോമിക് റിവ്യൂവിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അബവ് 6% ആണ്. ആ മൊമെന്റം കീപ്പ് ചെയ്യുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, അത് കുറച്ചുകൂടി ബെറ്റർ ആകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ വിജയരാഘവൻ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ RRTയുടേതായാലും ശരി, മറ്റ് ചില ഗ്രോത്ത് എഞ്ചിൻസ് ഉണ്ട്. കാരണം നമ്മളത് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഈ മെഗാ ഇൻഡസ്ട്രീസിൻ്റെ ഒരു സംഭവമല്ല വരുന്നത്, മറിച്ച് MSMEസിൻ്റെ ഒരു സ്പ്രെഡാണ് വരുന്നത്. ആ രീതിയിൽ അത് സ്വാഭാവികമായിട്ടും ഗ്രോത്ത് പ്രൊപ്പൽ ചെയ്യും. ഗ്രോത്ത് പ്രൊപ്പൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് 1971 കോടി എന്ന് പറയുന്നത് ആ നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്കിൽ എൻഹാൻസ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിലുള്ള എംപ്ലോയ്മെൻ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസാണ്. ലേബർ മാർക്കറ്റിലുള്ള ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ സ്കില്ലിങ്ങിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുകയും പല ഇതിലായിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വലിയ ട്രാൻസ്ഫോർമേറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ശ്രീകല, ഇതിൻ്റെ 2 ഭാഗമുണ്ട്, വികസനവുമുണ്ട്, അതുപോലെ തന്നെ ക്ഷേമവുമുണ്ട്. ഇടതുപക്ഷ സർക്കാരുകൾ അതിൽ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അങ്കണവാടി ഹെൽപ്പർമാർ, ടീച്ചർമാർ, ഇവരുടെയൊക്കെ കാര്യത്തിൽ നവംബറിന് ശേഷം വീണ്ടും ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു സന്തോഷം മുഖത്ത് വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്ക് ആയിരിക്കാം. പെൻഷൻകാർ അവരുടെ DA കുടിശ്ശികകൾ അത് മാർച്ചോടുകൂടി കൊടുത്തു തീർക്കുന്നു. ശമ്പള കമ്മീഷൻ 12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് 3 മാസം ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ബജറ്റ് യഥാർത്ഥത്തിൽ ഈ 2 ഭാഗത്തെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, വികസനവും അതുപോലെ ക്ഷേമവും? ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സർക്കാർ ജീവനക്കാരുണ്ട് എന്ന്, അല്ലെങ്കിൽ അതാണൊരു യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ടാവാം ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് അതാണ്, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അടുത്ത തവണ ഞങ്ങളാണ് വരാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ തലയിൽ വെക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷേ എങ്ങനെയാണ് ബഡ്ജറ്റിന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ സമഗ്രമായിട്ട് പുരോഗതിയും വികസനവും ലക്ഷ്യമാക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് രാഷ്ട്രീയമായ ചർച്ചകൾ വരേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റേബിളാണ് പക്ഷേ ട്രാൻസ്ഫോർമേറ്റീവ് അല്ല എന്നതുപോലെയുള്ള ഒരു സമീപനമാണ് നമ്മൾ രാഷ്ട്രീയമായി എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ ഒരു ദുസ്ഥിതിയെ, അതായത് ഈ രാഷ്ട്രീയമായ വിവിധ കക്ഷികൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൗർബല്യമാണ് ആ പത്രസമ്മേളനത്തിൽ എനിക്ക് കാണാൻ പറ്റിയത്. സർക്കാർ ജീവനക്കാർ തീർച്ചയായിട്ടും സന്തുഷ്ടരാണ്. FSCTയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒട്ടും വൈകിയില്ല. അതെ, അല്ല, അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സന്തോഷം അത്രമേൽ പ്രകടമാകുന്നത് എന്ന് കാണണം. അപ്പോൾ ക്ഷേമവും വികസനവും 2 എന്ന കാഴ്ചപ്പാടല്ല ഈ സർക്കാരിനുള്ളത് എന്നാണ് പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 10 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും നയ രൂപീകരണങ്ങളിലും ഒക്കെ കാണുന്നത് വികസനവും ക്ഷേമവും 2 എന്ന നിലയിൽ കാണുന്നു എന്നുള്ളതാണ്. സമഗ്രമായ പുരോഗതിയും
ക്ഷേമവും കൂടി ചേരുന്നതാണ് വികസനം എന്ന നിലയിൽ കാണുന്നു. പശ്ചാത്തല സൗകര്യത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരവും മെച്ചപ്പെടണം എന്ന അർത്ഥത്തിൽ ആ നിലയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലൊരു പ്രധാന ഘടകമാണ്. ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ജനങ്ങളെ, ഒരു സമൂഹത്തെ നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ അവിടെ തൊഴിലൊരു പ്രധാന ഘടകമാണ്. ജോബ് ക്രിയേഷൻ കാണുന്നില്ല എന്ന് സാർ പറയുമ്പോൾ ഞാൻ അവിടെ പോസിറ്റീവായിട്ട് കാണുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതൊന്ന് ഗ്ലോബൽ സ്കിൽ സ്കൂൾ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നോളജ് ഇക്കോണമി മിഷൻ്റെ രൂപീകരണത്തിലൂടെ 20 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങളിലേക്ക് നമ്മൾ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളം മനസ്സിലാക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ തൊഴിലിന് ആവശ്യമായിട്ടുള്ള സ്കില്ലിൻ്റെ കാര്യത്തിൽ നമ്മുടെ തൊഴിലന്വേഷകർ കുറച്ച് പുറകിലാണ്. അപ്പോൾ ഗ്ലോബൽ സ്കിൽ സ്കൂൾ വരുന്നു. മാത്രമല്ല, നോളജ് ഇക്കോണമി മിഷൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്, പ്രാദേശികമായി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് പഞ്ചായത്ത് തല സ്കിൽ സെന്ററുകൾ. ഈ ബജറ്റിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തല സ്കിൽ സെന്ററുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും വികേന്ദ്രീകരിച്ചുകൊണ്ട് രവിരാമൻ സാർ പറഞ്ഞതുപോലെ തൊഴിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന നിലയിലേക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന വിധത്തിലല്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, പിന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന നിലയിലല്ല, പുതിയ തൊഴിലുകൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ മനുഷ്യത്വം തുളുമ്പുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആ ഗിഗ് വർക്കേഴ്സിന് വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് തന്നെ, അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ, സമയപരിമിതി കൊണ്ട് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല, മനുഷ്യത്വം തുളുമ്പുന്ന സമഗ്രമായിട്ടുള്ള സാമൂഹിക നീതിയും സാമൂഹിക ക്ഷേമവും കൂടി ചേർന്നതാണ് വികസനം എന്ന് വ്യക്തമാക്കുന്ന ബഡ്ജറ്റായിട്ടാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രി എത്തുന്നതിന് ഒരല്പം മുമ്പ് നമുക്ക് നിങ്ങൾ സംസാരിച്ച പോലെ തന്നെ ശ്രീ EM നജീബിനോടും അതുപോലെ കണ്ണനോടും എനിക്ക് ഇക്കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ താങ്കളുടെ ശ്രീ നജീബിൻ്റെ ഒരു പ്രിയപ്പെട്ട മേഖലയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കും മുമ്പ് ബജറ്റിന് ഒരു പൂർണ്ണാർത്ഥത്തിൽ ആ സ്പീച്ച് ആകെ കേട്ടല്ലോ. അപ്പോൾ അത് ഒരു കേരള സൊസൈറ്റിയെ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെയാണത് സ്വാധീനിക്കുക? ആ നിലയിൽ വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ അതിലുണ്ടോ? നല്ല പ്രഖ്യാപനങ്ങളുണ്ടോ? ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം വെച്ചാൽ വളരെ ആവേശത്തോടുകൂടി, വളരെ വിശ്വാസത്തോടു കൂടി ശ്രീ ബാലഗോപാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിനൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ടേം പൂർത്തിയാക്കുന്ന ബഡ്ജറ്റ് കൂടിയാണ്. ആ പൂർത്തിയാക്കുന്ന ഒരു കാലത്തൊരു ഫിനാൻസ് ആറാമത്തെ ബഡ്ജറ്റാണ്. അതിനുള്ള ഒരു പക്വത ഓരോ ബഡ്ജറ്റിലും പുള്ളി കാണിക്കുന്നുണ്ട്. അല്ല, മാത്രമല്ല താങ്കൾ പറഞ്ഞ പോലെയാണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയി, വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നതിൻ്റെ ഒരു ലെവല് വേറെയാണ്. ഡ്രാമയില്ലാതെ, ഒരു ഡ്രാമയില്ല പുള്ളി, വേറെ കൊട്ടേഷൻസ് ഒന്നുമില്ല, വളരെ ഒരു ബിസിനസ് ലൈക്ക്. അല്ല, പുള്ളി ഒരു സിമ്പിൾ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ ലെവലിൽ പുള്ളി നല്ല ധൈര്യത്തോടു കൂടിയും നല്ല സംതൃപ്തിയോടു കൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ടുണ്ട്. ഒന്നോ രണ്ടോ പറയാമോ? അല്ല, ഒന്ന് ഈ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ പ്രധാനമായിട്ടും റോഡ് വികസനം, റെയിൽവേ വികസനം. ഈ MC റോഡിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു. ശ്രീ നജീബ്, ഇപ്പോൾ ദേശീയപാത വികസനം നടക്കില്ല എന്ന് വിചാരിച്ചൊരു നാട്ടിൽ ഒരു സ്റ്റേറ്റ് തന്നെ ഏതാണ്ട് ഒരു 6000 കോടി മുടക്കി നടത്തിയതുകൊണ്ട് ഒരു ബജറ്റിൽ 5000 കോടി MC റോഡിൻ്റെ വികസനത്തിന് വേണ്ടി മുടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതിലൊരു വിശ്വാസം കൂടുകയാണോ? അല്ലല്ല, തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അനുഭവിക്കുന്നൊരു കാര്യമാണ് റോഡിൻ്റെ സ്ഥിതി. ഇവിടുന്ന് അതിനിടയിൽ ഈ ഒരു പുതിയ ട്രെയിൻ വന്നതുകൊണ്ട് മാത്രമാണ്, വന്ദേ ഭാരത് എന്നുള്ള ട്രെയിൻ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം സർവൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ പോകുന്ന അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമവും വേദനയും കേരളത്തിലുള്ള എല്ലാവർക്കും വന്ദേ ഭാരത് വന്നപ്പോൾ ഒരു ഗുണമുണ്ടായി, കേരളയിൽ വേണ്ടതാണ്. വന്ദേ ഭാരത് വന്നപ്പോഴാണ് റെയിലിൽ ഉണ്ടാകുന്ന സാധ്യതകൾ, എയർ, റോഡ്, ഈ 3 കാര്യങ്ങളാണ് ലോകത്ത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം. അത് നമ്മൾ കേരളത്തിൽ പണ്ടേ വരേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും വരുന്നതിൽ വലിയ സന്തോഷം. വരാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നത് അതീവ സന്തോഷം. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾ നല്ലതാണ്. പക്ഷെ പ്രധാനമായിട്ട് അതിനകത്ത് വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ ഈ റെയിലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പകുതിയെങ്കിലും നമുക്ക് പ്രോഗ്രസ് ചെയ്ത് കിട്ടിയേ എന്നുള്ളൊരു ഒരു കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 1. 2, ഈ MC റോഡ് ആക്ച്വലി പറയുക ഇപ്പോൾ കുഴപ്പമില്ലാതെ പോവുകയാണ്. പക്ഷേ എക്സെപ്റ്റ് ഈ പറഞ്ഞ
ബൈപ്പാസസ് വേണ്ട സ്ഥലങ്ങൾ ഒഴിച്ച്. ഇപ്പോൾ വെഞ്ഞാറമൂടിൽ അതെ, വെഞ്ഞാറമൂടിൽ കുറേ സ്ഥലങ്ങളുണ്ട്. വെഞ്ഞാറമൂടുണ്ട്, കിളിമാനൂരുണ്ട്, നിലമേലുണ്ട്, കുറേ സ്ഥലങ്ങളിൽ പ്രയാസമാണ്. മന്ത്രിയുടെ തന്നെ മണ്ഡലത്തിൽ കൊട്ടാരക്കര അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും ഫ്ലൈ ഓവർ വരികയാണ്. അത് സമയബന്ധിതമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ എന്താണ് റെയിൽ 2 പദ്ധതികൾ. പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അപ്പോൾ ഏതായാലും ശ്രീ നജീബ്, ഏതായാലും താങ്കൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ FM ഓൺ ട്രയലിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. മിനിസ്റ്ററെ കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. കഴിഞ്ഞ 5 വർഷമായിട്ടും ഇതുപോലെ ഒരു ദീർഘമായ ബജറ്റ് പ്രസംഗം, 6ാമത്തേത്. അതെ, ഞങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അതെ. അപ്പോൾ ഇന്ന് സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 4ാമത്തെ സ്പീച്ചാണെന്നാണ് വേണമെങ്കിൽ സ്പീഡ് ഞാൻ കേട്ടത്, വേണമെങ്കിൽ ഇനിയും ചെയ്യായിരുന്നു, പക്ഷെ പിന്നെ ആളുകളെ കട്ട് ചെയ്തു. അത് അവസാന ഭാഗത്തായപ്പോൾ കുറച്ചൊന്ന് വേഗത കൂട്ടി. അല്ല, ഞാൻ കുറച്ച് സ്ഥലം സ്കിപ്പ് ചെയ്തു. കാരണം ഞാൻ സ്പീക്കറോട് പറഞ്ഞിരുന്നു പ്ലാനിൻ്റെ ഭാഗം ഞാൻ വായിച്ചായിട്ട് കരുതണം. അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവൾ വായിച്ചില്ലെങ്കിൽ സ്പീക്കർ അംഗീകരിച്ചില്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗം മൊത്തം രേഖയിലാവത്തില്ല. ഇവിടെ ശ്രീ രവിരാമൻ പറയുന്നുണ്ടായിരുന്നു ആ ഭാഗം കുറച്ച് കേട്ടിരിക്കുമ്പോൾ വേഗമായി പോയി എന്ന് പറഞ്ഞു. കാരണം ഇത് വേഗത്തിലാക്കിയത് കൊണ്ടുണ്ടായ ഒന്ന് കട്ട് ചെയ്ത് മൊത്തത്തിൽ വായിച്ചാൽ 3.5 മണിക്കൂറാണ് തീരത്തുള്ളൂ. അപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിയേനെ. 1ാം സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ട് തോമസ് ഐസക്കിന് ഇന്നൊരു ടെൻഷനായിരുന്നായിരിക്കും ബാലഗോപാൽ. അല്ലാതെ അത് വായിച്ചു തീർക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 3-3.25 മണിക്കൂർ വേണം. ഞാൻ പിന്നെ കുറച്ച് സ്ഥലം കട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എടുത്ത് വരികയായിരുന്നു. വളരെ പോസിറ്റീവാണ്. ചില റിസർവേഷൻസ് ഒക്കെ നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് മിനിസ്റ്റർ ഈ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത്. നല്ല കോൺഫിഡൻസ് പ്രസൻറ്റേഷനിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രധാനപ്പെട്ട പല സ്റ്റേറ്റ്മെൻറ്റ്സും അതിനകത്ത് ഈ നമുക്ക് നടത്താൻ പറ്റുന്നതാണെന്നുള്ള വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം വെറുതെ ഒരു കാര്യം പറയുമല്ല, പറഞ്ഞിട്ടിട്ട് ഓടാനല്ലല്ലോ. ഇത് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡിലൊക്കെ നോക്കുമ്പോൾ വേണമെങ്കിൽ ചില കാര്യം എങ്ങനെയാണ്, ഈ കാര്യം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാവുന്ന വേറെ കാര്യമുണ്ട്. പക്ഷേ അതിനെല്ലാം കൃത്യമായൊരു ധാരണയും കണക്കും നടക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം നടത്തിയത്. പിന്നെ കുറച്ചേറെ കാര്യങ്ങൾ ഇച്ചിരി വെൽഫെയർ കൂടിപ്പോയൊന്നും വേണമെങ്കിൽ വെൽഫെയറിന് അധികം കൊടുക്കുന്നത് അല്ല, വിമർശിക്കുന്ന ആളുകൾ വെൽഫെയർ കൂടിപ്പോയെന്നാണ് പറയുന്നത്. വെൽഫെയർ സാധാരണ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഏറ്റവും അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇൻഷുറൻസ് സ്കീംസ്, പിന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് സ്കീംസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഭാവിയിൽ അതില്ലാതെ പറ്റത്തില്ല. ഈ സ്റ്റുഡൻസിന്റെ സഹകരണ മേഖല, ഹരിതകർമ്മസേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് അത് വെച്ചാൽ വലിയ പ്രോജക്റ്റ്. പിന്നെ ഇത് കിട്ടുന്ന പ്രോജക്റ്റ് ചികിത്സയ്ക്ക് വരെ ഉണ്ടത്. 5 days ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഉള്ള അതെല്ലാം. മറ്റേത് വളരെ വലുതാണ്. ഈ ഹിറ്റ് ആൻഡ് റണ്ണ് വഴിയിൽ അനാഥമായി വണ്ടി ഇടിച്ച് കിടക്കുന്ന ആളെ ആരും ഇനി ധൈര്യം എടുത്തിട്ട് രാഷ്ട്രീയം. അപ്പോൾ നമുക്ക് ഇതാ ഇവരിൽ ഓരോരുത്തരെയും പറയുന്നതൊന്ന് കേട്ടുകൊണ്ട് പോകുന്നതല്ലേ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരിക. ശ്രീ വിജയരാഘവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് വെൽഫെയറിലല്ല, വെൽഫെയറിൽ യാതൊരു തർക്കമില്ല. വെൽഫെയർ നമ്മൾ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പീപ്പിൾ ഹു ആർ നോട്ട് എന്താ പറയുന്ന ദേ നോട്ട് അപ് ടു ദാറ്റ് ലെവൽ വെയർ വി ഹാവ് ടു സപ്പോർട്ട് എന്ന് ക്ലിയർ ആണ്. പക്ഷേ ഈ വെൽഫെയറിനുള്ള പൈസ വരുന്നത് ഷുഡ് കം ത്രൂ ഗ്രോത്ത് എൻജിൻസ്. ആ ഗ്രോത്ത് എൻജിൻസും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും സബ്സ്റ്റാൻഷ്യലായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് വെൽഫെയറിൽ സബ്സ്റ്റാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ ആ ഗ്രോത്ത് എൻജിൻസ് വലുതായിട്ട് ഞാനിതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. ഒന്ന്, അതേ സമയത്ത് ഈ വെൽഫെയറിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാമെന്നുള്ള രീതിയിൽ കാണുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്തുള്ളത് ഈ ഗ്രോത്ത് ഞാൻ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നമ്മൾ സ്കിൽസിൻ്റെ കാര്യം പറയുന്നു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ASAPും SAPും ഉണ്ട്. അതിന് മുമ്പ് ASAPും തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഇൻ ടേംസ് ഓഫ് ഹൗ മെനി ജോബ്സ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ ദ മണി ദറ്റ് വി ഹാവ് സ്പെൻറ്റ് ഓൺ ദാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു വിൽ നോട്ട് സി ബിഗ് റിസൾട്ട്സ്. പലപ്പോഴും പറ്റുന്നത് ആ ഓർഗനൈസേഷൻസ് തുടങ്ങിയിട്ട് ഞാൻ പ്ലാൻ ഉള്ള സമയത്താണ് ഇതിൽ ചിലത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ സ്കീംസ്, നാഷണൽ സ്കീമിൻ്റെ ഇതാണ് വന്നത്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ്റെ. അതിൽ ഫോക്കസ് വാസ് ഓൺ ട്രെയിനിങ്, നോട്ട് ഓൺ ഔട്ട്കംസ്.
നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രോഗ്രാംസ് ഔട്ട്കം ബേസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നതനുസരിച്ചിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിൽ ബി എ ചേഞ്ച്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ കാണും. ഒന്ന് നമുക്ക് ചുരുക്കി അതിലേക്കൊന്ന് വന്ന് ഗ്രോത്ത് എഞ്ചിൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ടോ ബജറ്റിൽ എന്നുള്ളതാണ്. രണ്ട് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലെ ഒരു ഇഷ്യൂ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഗ്രോത്ത് എഞ്ചിൻസിൻ്റെ ആബ്സെൻസ് ഇല്ല. കാരണം അതിനകത്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാം, ഗ്രോത്ത് എഞ്ചിൻ ആണല്ലോ, നേരിട്ട് ഫാക്ടറി മാത്രമല്ല. RRTS നമ്മൾ പറഞ്ഞു, പക്ഷേ അത് പോരാന്നാണ് അദ്ദേഹം പറഞ്ഞത്. 100 കോടി എന്താണെന്ന് അല്ല, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അവസാനം പറഞ്ഞു. ഏത് ട്രെയിനായാലും ഏത് സംവിധാനം പേരൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതൊരു സ്കീമും ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. ഇത് അർബൻ ട്രാൻസ്പോർട്ടാണ്. 100 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രാഥമികമായിട്ട് വെക്കുന്നുള്ളൂ. ആ 100 കോടിയല്ല, ആ സ്കീമായ ഇപ്പം ഇൻ പ്രിൻസിപ്പിൾ ആണല്ലോ അപ്രൂവ് ചെയ്തത്. അതായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 2, 3, 4 വർഷം എടുക്കുന്നതാണല്ലോ. ആദ്യഘട്ടം 28, 29 ആദ്യഘട്ടം എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ വരെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതിൻ്റെ പ്രൊജക്റ്റൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടും ബാക്കി ചെയ്തതിനൊന്നും ഫണ്ട് തടസ്സമില്ല. കാരണം അതിൻ്റെ മോഡലിൽ 20% സെൻട്രൽ ഗവൺമെൻറ്, 20% കേരളവും, ബാക്കി 60% ബോറോയിങ്ങുമാണ്. അതിന് തടസ്സമില്ല. 100 കോടി വെച്ചിട്ട് അത് ചെയ്യാനൊന്നുമല്ല. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അത്ര ഒരു കാര്യം വരുമെന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. നമ്മുടെ ഇപ്പം വിഴിഞ്ഞത്തുനിന്ന് 5 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് 5 മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്തെത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം മൊബിലിറ്റി ഡെവലപ്മെൻറ്റും എല്ലാം വരും. പിന്നെ തിരുവനന്തപുരം വിഴിഞ്ഞം മാത്രമല്ല, എറണാകുളം വിഴിഞ്ഞാവും. മീൻസ് ഫെസിലിറ്റി 2 hours. അപ്പം എൻ്റയർ കേരളം ഒരു സിറ്റി പോലെ ആവുന്നു എന്ന് പറയുന്നൊരു കാര്യം വരും. പിന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ മിനറൽ കോറിഡോർ അധികം വിശദീകരിക്കാൻ പറ്റുന്ന സ്പേസ്, റെയർ എർത്ത്. ഇപ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ എഡ്ജിപ്പിടി നിൽക്കുന്നത് എന്താ? അമേരിക്കയ്ക്ക് വേണ്ടത്ര മാഗ്നറ്റ് ഇല്ല. EVക്ക് മാഗ്നറ്റ് വേണമെങ്കിൽ ചൈനയിൽ നിന്ന് തന്നെ വരണം. ഈ റെയർ എർത്ത് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നല്ല റെയർ എർത്ത് ഉണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ഡിഫൻസുമായി പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു കോറിഡോർ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യവും ബഡ്ജറ്റിനകത്ത് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാമല്ലോ. കുടുംബശ്രീക്ക് 180ഓളം വരുന്ന ഐറ്റങ്ങൾ അവരുണ്ടാക്കിയ ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അത് ഇൻ്റർനാഷണലായ കമ്പനികളുമായിട്ടൊന്ന്. അപ്പോൾ നമ്മുടെ ഈ വില്ലേജ് ടു സിറ്റി ആണല്ലോ ഇപ്പോഴത്തെ കാര്യം. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ടേസ്റ്റ് അത് വലിയൊരു വാല്യൂ ചെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ആ കുടുംബശ്രീയുടെ ആ കാര്യം. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുമ്പോൾ 1000 കോടി രൂപ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആലോചിക്കാൻ പറ്റുന്നതല്ല. അയ്യങ്കാളിയല്ല, MGNR പദ്ധതിയിൽ പണം അവർ തരുന്നില്ല എന്നുള്ള സ്ഥിതി വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നിന്നുപോകും. 9 കോടി തൊഴിൽ ദിനങ്ങൾ, 8 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ 8 കോടി തൊഴിൽ ദിനങ്ങളുടെ ജോലി ഇല്ലാതെ വന്ന അത്രയാളുടെ വരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അത്തരത്തിൽ പ്രൊഡക്റ്റീവാണ്. ഇത്രയും പണം കൊണ്ട് ചെല്ലേണ്ടതല്ലേ. ഇങ്ങനെ ഓരോ മേഖലയും നോക്കി തന്നെയാണ് ഈ വ്യവസായ മേഖലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി ടോപ്പ് അച്ചീവറായി നിൽക്കുന്നു. അതുപോലെ ടൂറിസം സെക്ടർ, അതുപോലെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു വലിയ സാധ്യത ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ് ഈ മേഖലയിൽ. അതെ, ഡിവൈസസ് നമുക്ക് അതിനകത്ത് ശ്രീചിത്രയുമായി ചേർത്ത് പറഞ്ഞു. അവിടെ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ പോലത്തെ ഒരു ഗ്രോത്ത് എഞ്ചിൻ വ്യവസായത്തിൽ. ഞാൻ ആദ്യ റൗണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം പുനലൂർ വിഴിഞ്ഞം കോറിഡോർ, ഒരു ത്രികോണം, ആ പണം അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞൊരു കാര്യം, 1000 കോടി രൂപ കിൻഫ്ര എടുത്തിട്ട്, കിൻഫ്രയ്ക്ക് എടുക്കാം, സാധാരണ ഒരു ബോറോയിങ് അല്ല രീതി, കിൻഫ്ര എടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ 1000 കോടി രൂപയുടെ ലാൻഡും മറ്റും വരുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം അടിയന്തരമായി ലാൻഡ് വന്ന കാര്യം വന്നേ പറ്റത്തുള്ളൂ. അതാണ് കിൻഫ്രയുടെ പറഞ്ഞത്. മുനിസിപ്പൽ ബോണ്ട്സ് ആണ് ഡ്രമാറ്റിക്കായി ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യം. മുനിസിപ്പൽ ബോണ്ട്സ് ആണ്. മുനിസിപ്പൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു 100 ഏക്കർ സ്ഥലം എടുക്കണമെങ്കിൽ എന്തെങ്കിലും 100 ഏക്കർ സ്ഥലം എടുത്തിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഹബ് ആക്കുന്നു, നിങ്ങളെപ്പോലുള്ള കമ്പനികൾക്ക് തരുന്നു, കൊമേഴ്സ്യലി ചെയ്യാം. അതിന് സ്റ്റേറ്റിൻ്റെ ബോറോയിങ് വേണ്ട, ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടും. വാണിജ്യാടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ മറിച്ചൊക്കെ ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും പഞ്ചായത്തുകൾക്കും പറ്റുന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ മുനിസിപ്പൽ ബോണ്ട്. എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ 50,000 1 ലക്ഷം കോടിയൊക്കെയാണ് അവരുടെ ഒക്കെ ബഡ്ജറ്റ്. അപ്പോൾ വലിയ പൻവേൽ ബ്രിഡ്ജൊക്കെ ചെയ്തത് മുനിസിപ്പൽ കോർപ്പറേഷൻ. കിൻഫ്രയെ കൊണ്ട് ലാൻഡ് എടുപ്പിക്കുന്നത് ഒരു വളരെ നല്ലൊരു, കാരണം അപ്പുറത്ത് തമിഴ്നാട് ഏകദേശം 2000 ഏക്കർ റെഡിയാക്കി. അതുകൊണ്ടാണ് നമ്മൾ അർജന്റായിട്ട് എടുക്കണം. മൂവ് ചെയ്ത് ഞങ്ങൾ ഗ്യാരണ്ടി തന്നാൽ മതി, അവരെടുക്കും. ലാൻഡ് എടുത്തിട്ട് ഒരു കമ്പനിക്ക് കൊടുത്താൽ അവർക്ക് കിട്ടുകയും ചെയ്യില്ല, റിട്ടേൺ ഉടനെ വരും.
ഏതായാലും പ്ലാനിംഗ് ബോർഡ് സാറ്റിസ്ഫൈഡ് ആണോ ഇന്നത്തെ ഞങ്ങൾ വളരെ ബജറ്റ്? satisfied ആണ്. നമ്മൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തത്. അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫുൾ ഔട്ട്കം. പ്ലാനിംഗ് ബോർഡിൻ്റെ സജഷൻസ് ഏറെ സജഷൻസ് അതെ അതന്നെ. അപ്പോൾ ഞങ്ങൾ സാർ വരുന്നതിന് മുമ്പേ ഞങ്ങൾ സംസാരിച്ചത് വിജയരാം സാറിന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് അത്ര വേണ്ടത്ര ട്രാൻസ്ഫോർമേറ്റീവ് അല്ല, പക്ഷേ സ്റ്റേബിളാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചത് അല്ല, പരമാവധി ട്രാൻസ്ഫോർമേറ്റീവ് ആണിത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയം ഈ ഗ്രോത്ത് എൻജിൻസിൻ്റെ ആബ്സെൻസ്. അങ്ങനെയല്ല, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് എൻജിൻസ് ഉണ്ട്. RRT മാത്രമല്ല, ഈ കൊറിഡോർ, റെയർ എർത്ത് കൊറിഡോർ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചൈന ആയിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ള ഇൻ്റർനാഷണൽ കൊളാബറേഷൻ്റെ സാധ്യതയുണ്ട്. ഗ്രീൻകോ എന്ന് പറയുന്ന അവരിപ്പം ഹൈഡ്രജൻ വാലി 1000 കോടിയുടെ എഗ്രിമെൻ്റ് വെച്ചു. അതെ ഇനിയുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതെ, പിന്നെ എംപ്ലോയ്മെൻറ്റിൽ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അത് വലിയൊരു സാധ്യതയാണ്. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് താങ്കൾ തന്നെ സ്പീച്ചിൽ പറഞ്ഞല്ലോ. അല്ലാണ്ട് കേരളത്തിൽ അങ്ങനെ ഇരുന്നിട്ട് ഇട്ടവട്ടത്തിരുന്നിട്ടുള്ള ഒരു പരിപാടിയല്ല. ഗ്ലോബൽ കേരളയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ അർത്ഥത്തിൽ അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞതിൻ്റെ ആ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. മുനിസിപ്പൽ ബോണ്ടിൻ്റെ ഒരു സാധ്യത. അപ്പോൾ അതിൻ്റെ അത് കഴിയാവുന്നത്ര നേരത്തെ പറ്റുമോ? എങ്ങനെയാണ് അതിൻ്റെ? അതിന് 1-2 റൗണ്ട് എനിക്ക് തോന്നി. പിന്നെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചില ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റിൽ നടക്കുന്ന അതിന് നടപടിക്രമങ്ങൾ അതനുസരിച്ച് പിന്നെ ഈ സ്ഥാപനങ്ങളുടെ റാങ്കിങ് ഒക്കെ ഉണ്ട്. ഇന്ന മുനിസിപ്പാലിറ്റിക്ക് ഇത്ര അസറ്റ് ഉണ്ടോ, ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള റാങ്കിങ് ഉണ്ട്. ആ പ്രോസസ്സ് നടക്കണം. പക്ഷെ അത് വലിയ താമസമില്ലാതെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് ഏറ്റവും നല്ല കാര്യം. കാരണം ലാൻഡ് അക്വിസിഷന് പോലും പോണ്ടി വരത്തില്ല. ലാൻഡ് മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് മേടിക്കാം, നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കാം. നമ്മൾ ലാൻഡ് അക്വിസിഷൻ പോയാൽ സർക്കാർ ലാൻഡ് എടുക്കാൻ വേണ്ടി 3 വർഷം കഴിഞ്ഞാലേ എടുക്കാൻ പറ്റൂ. അത്രയും നടപടിക്രമങ്ങളാണ്. ഓക്കെ, കണ്ണൻ, കിൻഫ്രയ്ക്കും കുറച്ചിപ്പം ഒരു നിയമം മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ, യൂത്ത് എങ്ങനെയാണ് ഈ ബജറ്റിൻ്റെ ഒരു സ്പേസിൽ നിന്ന് കാണുന്നത്? കാരണം ഇതിനകത്ത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു മേഖല വരുന്നുണ്ട്, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമുണ്ട്, തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട്. യൂത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. യൂത്ത് എന്ന നിലയിലും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ബജറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ബിരുദവും മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വൺ അമംഗ് ദ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കില്ലിൻ്റെ ഇന്നാഡിക്വസീസാണ്. മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലിൻ്റെ ഇന്നാഡിക്വസിയാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ബജറ്റിൽ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള അലോക്കേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞതുപോലെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നതിലൂടെ ബജറ്റിന് മുമ്പേ കൊണ്ടുവന്നു. ഇപ്പോൾ ബജറ്റിൽ 400 കോടി രൂപ വിലയിരുത്തി. ആ 400 കോടി രൂപ വിലയിരുത്തിയതോടുകൂടി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മാർക്കറ്റ് ആവശ്യപ്പെടുന്ന സ്കില്ല് എന്ന് പറഞ്ഞാൽ തൊഴിൽ ദാതാവ് ആവശ്യപ്പെടുന്ന, എംപ്ലോയർ ആവശ്യപ്പെടുന്ന സ്കില്ല് അക്വയർ ചെയ്യാനും അതിലൂടെ അവർക്ക് ഒരു ഒരു മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനും അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനും ഒരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത് വിജയരാഘവൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. വേറൊന്നുമല്ല, ഇതൊരു ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ബജറ്റ് എന്നും കൂടെ ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ, യൂത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് അനുവദിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഡെമോഗ്രഫിയെ അഡ്രസ്സ് ചെയ്യുന്നൊരു ബജറ്റായി ഇത് മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നൗഡേയ്സ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് എഞ്ചിൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്? ഇപ്പോൾ ക്യാപിറ്റൽ തന്നെ ഇപ്പോൾ ലൂക്കാസ് ആയാലും റോമർ പോലുള്ള ഇക്കണോമിസ്റ്റുകളായാലും എൻഡോജീനസ് എക്സോജീനസ് എല്ലാ മോഡൽസും പറയുന്നത് നിങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിലൂടെ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ വാരിക്കോരി തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ എക്കണോമിക് എഞ്ചിൻ ഓഫ് ഗ്രോത്താണ് ധനമന്ത്രി അതിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാഭ്യാസം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാഭ്യാസം, കുട്ടികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്, അപ്പോൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിലോടുകൂടി ഈ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടൊരു വികസനത്തിന് അത് വഴിയൊരുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ കൂടുകയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനത് ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനതിനെ ആ രീതിയിൽ കാണുന്നില്ല. കാരണം ഇപ്പോൾ അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളം ശരിക്കും അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നേ ഞങ്ങൾ വിദ്യാർത്ഥികളെ എക്കണോമിക്സിലുള്ള ആൾക്കാരത് വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ക്യാപിറ്റൽ പാർട്ടിനെ നമ്മളതിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരില്ല. ഓക്കെ,
ഇതിനകത്ത് യൂത്തിനെ വലിയ തോതിൽ അഡ്രസ്സ് ചെയ്തു. നേരത്തെ ശ്രീ നജീബ് റിയൽ എസ്റ്റേറ്റിനെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടു, റിയൽ എസ്റ്റേറ്റ് മേഖലയെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടു എന്നുള്ളൊരു പരിഭവം ഒരു കംപ്ലൈൻ്റ് ആണ്. രഘു മദ്രാസ് എന്ന് വിളിച്ച് പറയുകയാണ്. പുള്ളിയുടെ ഒരു ഈ അല്ല പുള്ളി വരേണ്ട പുള്ളി മറ്റേ ഒരു തിരുപ്പതി നിൽക്കുക. അല്ലാതെ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഇതാണ്. ബേസിക്കലി കഴിഞ്ഞ പ്രാവശ്യവും മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്ട്സിന് പവർ ഓഫ് അറ്റോർണിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ആക്ച്വലി മിനിസ്റ്റർക്ക് അത് വാട്സപ്പിൽ അയച്ചു. നമ്മളെ ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്ല അതിനകത്ത് വലിയ അല്ലല്ല, പക്ഷെ അതിനകത്ത് വലിയ ടാക്സ് ഇമ്പാക്റ്റ് വരുന്നില്ല. ആക്ച്വലി പോസിറ്റീവ് ടാക്സ് ഇമ്പാക്റ്റ് വരുന്നൊരു കാര്യമാണ്. അല്ല ടാക്സിൻ്റെ കാര്യത്തിൽ വാസ്തവത്തിൽ ഒന്നും പറഞ്ഞില്ല, ഒന്നും തൊട്ടിട്ടില്ല. അതെ. അല്ല അതിനകത്തൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ഒരു കാര്യമാണ്. അതിപ്പോഴും മിനിസ്റ്റർക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. മിനിസ്റ്റർക്ക് അറിയാവുന്ന കാര്യമാണത്. അത് കാര്യം ചെയ്താൽ അത് ഈ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുഴുവൻ വില വയ്ക്കത്തില്ല, പകുതി വില വെച്ചിട്ടേ എഴുതത്തുള്ളൂ. അതേസമയം കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ടാക്സ് ആ സ്ട്രക്ചർ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 8+10 ആണ്, അത് 5+2 അല്ലെങ്കിൽ 5+3 അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ പോസിറ്റീവ് അഡ്വാൻറ്റേജ്. അത് രഘു പ്രത്യേകം പറഞ്ഞു. ഒന്ന് അതോടൊപ്പം ടൂറിസത്തിൽ ഞാൻ പറയാം. ടൂറിസത്തിൽ ആക്ച്വലി ഒരു 28 crores ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ബഡ്ജറ്റ് അലൊക്കേഷൻ കൂടിയിട്ടുണ്ട് കമ്പയർ ടു ലാസ്റ്റ് ഇയർ. ടൂറിസത്തിൽ ഇതിനകത്ത് പറയാത്ത വേറെ ഉണ്ട്. ആണോ? പിന്നെ ബഡ്ജറ്റിനകത്ത് പറയാത്ത സ്പീച്ചിലില്ലാത്ത ധാരാളം കാര്യങ്ങൾ വേറെ ഉണ്ട്. ശരി. അല്ല അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ബഡ്ജറ്റ് ഹെഡിനകത്ത് പറഞ്ഞ പ്ലാന്റെ ഹെഡ് അതിനകത്തുണ്ട്. മനസ്സിലായി. പക്ഷേ നമ്മുടെ MLA-മാരെ 20% വർക്ക് എന്ന് പറയും. നമ്മളൊരു അത് 10 വേറെ കുറേ വർക്കുകൾ വരും. സാധാരണ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെ റവന്യൂ ആയിട്ട് കാണുന്ന കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ട്. 12,000 കോടി അതിൽ തന്നെ വരും. ടൂറിസം അല്ല, റോഡുകളെ മറ്റത് റോഡുകൾ അതൊരു ജനറൽ ടൂറിസം പദ്ധതികളൊക്കെ ടൂറിസം പദ്ധതികൾ തന്നെയുണ്ട്. ഞാൻ തന്നെ എനിക്ക് എൻ്റെ വർക്കിൽ 20% വർക്കിൽ ഒരു MLA-ക്ക് ഉണ്ടല്ലോ, അതിൽ ടൂറിസം പദ്ധതി ഉണ്ട്. 24 meters ആക്കുക എന്ന് പറഞ്ഞ വലിയൊരു അതിൻ്റെ ഒരു വലിയൊരു ഇത് കേട്ടോ. റോഡിൻ്റെ കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന് റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ MC റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യം പറയും, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ പറഞ്ഞു. അത് നേരെ റോഡിന് വീതി എടുത്തു പോയാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ആളുകൾ ഭയങ്കര ബൈപ്പാസ് കൊടുക്കുക. ബാക്കി സ്ഥലത്ത് ആക്ച്വലി റോഡ് വലിയ കുഴപ്പമില്ലാത്ത ഇപ്പം ചെയ്യുന്നത്. കാരണം മൊത്തത്തിൽ എടുത്തു പോകണമെങ്കിൽ എപ്പോഴും ഒത്തിരി ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. ബൈപ്പാസ് ഒരു പാരലൽ റോഡ്, വളവും തിരിവും ഇല്ലാതെ പോയാൽ തന്നെ ഒരു വലിയൊരു അതിനകത്ത് 1-2 ചെറിയ കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ടൂറിസം ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇൻഡസ്ട്രി ആയി ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ഒരു കുറച്ച് ബെനിഫിറ്റ്സ് ഇൻഡസ്ട്രി കൊടുക്കണമെന്നുള്ളത് പറയും. മിനിസ്റ്റർ എഗ്രി ചെയ്തു. അത് അസംബ്ലിയിൽ പറയുകയും ചെയ്ത കാര്യമാണ്. അത് ഇപ്രാവശ്യവും അത് വന്നിട്ടില്ല. പറഞ്ഞെങ്കിൽ പിന്നെ എന്തോ അതിനകത്ത് വരാത്ത അല്ല അത് വന്നിട്ടില്ല. അതന്നെ അത് വന്നിട്ടില്ല. അത് ഇപ്രാവശ്യമെങ്കിലും ബഡ്ജറ്റിന്റെ ക്ലോഷറിൽ അത് ഡിക്ലെയർ ചെയ്യണമെന്നാണ് ഒരു ഡിമാൻഡ് പറയുന്നത്. ശരിക്കും എക്സിക്യൂഷനിൽ ശരിക്കും ഫെയിലിയർ. നമ്മൾ മിനിസ്റ്റർ ഒന്ന് വേണമെങ്കിൽ ഇന്ന് ഒരു ഇത്രയും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഒന്ന് കോവളത്തെ ആ ബീച്ചിലോട്ടൊന്ന് പോവാം. യു വിൽ ഫൈൻഡ് ഹൗ പത്തറ്റിക് ദ സിറ്റുവേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ ഫെയിലിയർ. കാരണം ആ ബീച്ചിൽ എനിക്ക് തോന്നുന്നു 5-6 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്ത സാധനം എല്ലാം പൊളിഞ്ഞു കിടക്കുക. അവിടെ ഈവൻ ടുഡേ നോ പബ്ലിക് കംഫർട്ട്. അതിനകത്ത് ഞാൻ സമ്മതിക്കുന്നു. ഇംപ്ലിമെന്റേഷൻ നമ്മൾ ആദ്യത്തെ ബഡ്ജറ്റ് പോലെ പറയുന്നത്, ആദ്യത്തെ ബഡ്ജറ്റ് പോലെ മിനിസ്റ്ററോട് പറയണം നമ്മുടെ ഐഡിയാസ് ആർ ഗുഡ്, ദ വിഷൻ ഈസ് ദേർ, പക്ഷേ എക്സിക്യൂഷനിൽ ഭയങ്കര ഫെയിലിയർ. എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഞാനൊരു പരിപാടിക്ക് പോയിട്ട് വാസ്തവത്തിൽ DYFയുടെ ഒരു സാംസ്കാരിക കൾച്ചറൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു ബാത്റൂം പോലും ഇല്ല. അപ്പം നമ്മൾ ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോഴേക്കുന്നു പുറത്തെ ആൾ വരുമല്ലോ, സാഹിബ്മാരൊക്കെ ധാരാളം വരുന്ന ഓൺലി ദിസ് ഈസ് ഓൺലി ഫോർ ഇതാ, പിന്നെ വേറെ ആർക്കും പ്രവേശനം ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു വലിയ മോശമാണല്ലോ, ഇതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലത്ത്. അപ്പോൾ 5 കോടി രൂപ ആ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിരുന്നു. അതിനടുത്ത ബഡ്ജറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റീസിനെ വിളിച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ ഒരു പ്രശ്നമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ അല്ല മിനിസ്റ്റർ, അത് ഈ ഇംപ്ലിമെന്റേഷൻ ആക്ച്വലി ഈ പ്രൈവറ്റ് ഏജൻസീസ് ലൈക്ക് ഇൻഫ്രയെ പോലുള്ള ഏജൻസീസ് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കറക്റ്റായി കാര്യം ചെയ്യാൻ നമ്മൾ ബഡ്ജറ്റ് അലൊക്കേഷൻ പറയുകയും ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി നിങ്ങൾ ഫണ്ട് പലതും നമുക്ക് പണം കൊടുക്കാത്തതുകൊണ്ടോ പണം ഇല്ലാത്തതുകൊണ്ടോ പണം അല്ലല്ലോ. ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്യുന്ന എമൗണ്ടും വേണ്ട ഒരു ചേഞ്ച് വരുത്താൻ. മാർക്കറ്റിംഗ് പ്രൈവറ്റ് സെക്ടറാണല്ലോ ചെയ്യുന്നത്, ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതോടെ പറയല്ലോ, നിങ്ങളിങ്ങോട്ട് പറയാനുള്ള. ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഹെൽത്ത് ഹബ്ബാക്കണം, എഡ്യൂക്കേഷൻ ഹബ്ബാക്കണം. ഹെൽത്ത് ഹബ്ബിൽ നിങ്ങൾ ഹോസ്പിറ്റലുകൾ
ആളുകളെ പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവരാനും നിങ്ങൾക്ക് മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ അതിപ്പോൾ KSIDC അതിന് പ്രോഗ്രസ് ഉണ്ട്, കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അല്ലല്ല അതിന് പ്രോഗ്രസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഏരിയ അതുകൊണ്ട് ഭയങ്കര സ്കോപ്പുള്ള ഏരിയയാണ്. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ അക്രഡിറ്റഡ് നാഷണലി ആൻഡ് ഇൻ്റർനാഷണൽ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് KSIDC ആയിട്ട് ഇതുണ്ട്. ഒരു ചെറിയ കാര്യം കൂടെ, ഇപ്രാവശ്യം KTM ഇയറാണ്. അപ്പോൾ അതിനൊരു ബഡ്ജറ്റ് അലോക്കേഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഡോക്യുമെന്റിലുണ്ടെന്ന് ഉറപ്പിച്ചല്ലോ. ഒരൊറ്റ കാര്യം, ഒരു നിമിഷം ഈ ബജറ്റ് ഡോക്ടർ ശ്രീകല എത്രമാത്രം സ്ത്രീ സൗഹൃദമാണ്? ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്ത്രീപക്ഷ ബഡ്ജറ്റാണ് എന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തൊഴിലുറപ്പ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനകത്ത് 95% സ്ത്രീകളാണ്. ഹരിതകർമ്മസേന, ഈ സ്ത്രീകൾ എന്ന് മാത്രം പറയാതെ തന്നെ തുടക്കത്തിൽ തന്നെ ബഡ്ജറ്റ് സ്പീച്ചിൽ വന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള വകയിരുത്തലിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, നവംബറിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതങ്ങനെ സ്ത്രീകൾ എന്നെടുത്തു പറയാതെ തന്നെയും സ്ത്രീകൾക്ക് പൊതുവിൽ പറയുന്നതിൽ വലിയ മെജോറിറ്റി സ്ത്രീകളായിട്ടുള്ള മേഖലകൾക്ക് നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എൽഡർലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആയുർദൈർഘ്യമുള്ളത്. ഇപ്പോൾ 16.5% ആയിരുന്നു 2021 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും അത് 20% കവിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവാൻ പോവുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കോൾ സെൻറ്റർ എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആശ്വാസമായി മാറുന്ന വോളണ്ടിയർമാർ വരുന്നു. ഈ വോളണ്ടിയർമാരിൽ ബഹുഭൂരിഭാഗവും സ്ത്രീകളായിരിക്കും. അവർക്ക് ഒരു സോഷ്യലൈസേഷൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബഡ്ജറ്റ് സമഗ്രമായി നമ്മൾ ആ രീതിയിൽ നോക്കിയാൽ, ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് നോക്കിയാൽ, ജനപക്ഷം എന്ന് പറയുമ്പോഴും ആ ജനപക്ഷത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന സ്ത്രീപക്ഷത്താണ് ഈ ബഡ്ജറ്റ് നിൽക്കുന്നത്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിടത്തും, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും അത് ഉണ്ടാവാൻ സാധ്യതയില്ല. മെനോപോസ് ക്ലിനിക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇത് ആ ഘട്ടത്തിലെ ആർത്തവ വിരാമ ഘട്ടത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടെ താമസിക്കുന്ന വീട്ടിലെ മക്കൾക്കും ഭർത്താവിനും സഹോദരങ്ങൾക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു സ്ഥിതിയുണ്ട്. ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കേരളത്തിലെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അവരുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് നന്ദി പറയുകയാണ്. പ്രീ ബജറ്റ് ഡിസ്കഷൻ ഉണ്ട്. ആളുകൾ പ്രീ ബജറ്റ് ഡിസ്കഷൻ എല്ലാം ഫോർമൽ ഡിസ്കഷൻ മാത്രമല്ല, പലതരത്തിലുണ്ട്. അങ്ങനെ കിട്ടിയ ആശയം തന്നെയാണ്. ഇങ്ങനൊരു ആശയത്തിലേക്ക് പോയ വഴി ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ആശയുടെ അത് പറയാ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനല്ല, അല്ലല്ല, ഇങ്ങനെ പല ആശയങ്ങള് ഇതിലെ പല ആശയങ്ങളുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടപ്പിലാക്കുന്നവരാണല്ലോ, അതും നമ്മുടെ ചില സംഘടനകളും വ്യക്തികളും നിന്നാണ്. ഇവരുടെ മെൻസ്ട്രൽ കപ്പ് കേരളത്തിൽ അതൊരു ചെറിയ കാര്യമല്ല. അതും പിന്നെ സംഘടനകളും ചില സ്ഥാപനങ്ങളും അങ്ങനെ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും. എങ്കിലും വീട്ടിൽ നിന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി അത്തരം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും അത് ഇതിനകത്തേക്ക് കൊണ്ടുവരാനും ഉള്ള ഒരു താല്പര്യം വേണമല്ലോ. നമ്മൾ കേട്ടാൽ അത് സ്ട്രൈക്ക് ചെയ്യണം, അത് നോട്ട് ചെയ്യണം, മറന്നു പോകരുത്. ഒരു നിമിഷം അവാർഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ റെക്കഗ്നിഷനാണ് നികുതിദായകർക്കുള്ള. ഏറ്റവും നല്ല നികുതിദായകർക്ക് വെരി പോസിറ്റീവ് എന്ന് പറഞ്ഞാലേ എല്ലാവരുടെയും ശത്രുപക്ഷത്തുള്ള ആൾക്കാരാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഉള്ള ഒരു പരിധി വരെയുള്ള ശത്രുപക്ഷം എന്ന് പറയുന്നത് വ്യവസായികളാണ്. ആ വ്യവസായികൾ കൊടുക്കുന്ന നികുതി കൊണ്ടാണ് നടത്തുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മിനിസ്റ്റർ പറഞ്ഞു. അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊന്ന്. രണ്ട്, അവർക്ക് റെക്കഗ്നിഷൻ ഒഫീഷ്യലായിട്ട് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് എമൗണ്ട് ചെറുതാണെങ്കിൽ നൽകുക എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇത്ര ചെറുതല്ല, 5 കോടി രൂപ ഉണ്ട്. 5 കോടി രൂപ അല്ലേ ഞാൻ പറയും. ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ, വർക്ക് നിയർ ഹോം.
വർക്ക് നിയർ ഹോം. വർക്ക് നിയർ ഹോം കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതും ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥലങ്ങളിലേക്ക് വ്യാപകമായി വ്യാപിപ്പിക്കുന്നത് പലയിടങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുകയുമാണ്, സക്സസ്ഫുൾ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുക. ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന സ്ത്രീകൾക്കടക്കം വർക്ക് നിയർ ഹോം സഹായകമായി മാറും. അതിന്റെ ഉത്ഭവ കേന്ദ്രം കൊട്ടാരക്കര എന്ന ചരിത്രത്തിൽ പറയും വർക്ക് നിയർ ഹോമിന്റെ അല്ലേ. അതുകൊണ്ടല്ല നീ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഇംപ്ലിമെന്റേഷൻ. ഒരു സാധനം വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്താലോ പറ്റും. ചോദിച്ചാൽ അദ്ദേഹത്തിനൊക്കെ അറിയാം. പിന്നെ കൊട്ടാരക്കരയിൽ അല്ല, ഞാൻ അവിടെ ആകുമ്പോൾ നമുക്ക് പണത്തിന്റെ അല്ല പ്രശ്നം, പണത്തിന്റെ അല്ല പ്രശ്നം. അല്ല, ഞങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ആ സൗകര്യങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലായാലും ചാനലുകളിലായാലും വാർത്തകളിലൊക്കെ നിറഞ്ഞു. മികച്ച സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഉള്ളൂ. അല്ല, അതായത് പ്രത്യേകിച്ച് പുതിയ നികുതിയൊന്നും ചുമത്താതെ തന്നെ ഈ വർദ്ധിച്ച ചെലവ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. അതെങ്ങനെയാണ് പുതിയ ചെലവുകൾ? അത് ഇപ്പം തൊട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതൊന്നും നടത്താനൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമായ കാര്യം. ഇതൊക്കെ എങ്ങനെ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു ഗ്രോത്ത് നോക്കിയാൽ അറിയാമല്ലേ. ഞാൻ വന്ന 1ാമത്തെ വർഷം വലിയ, അതിന് തൊട്ട് മുമ്പത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് വരുന്ന സമയത്ത് നമുക്കൊരു ഗ്രോത്ത് വരും സാധാരണഗതിയിൽ. തൊട്ട് മുമ്പ് അത് വന്നിരുന്നു. അതിനുശേഷം നമ്മൾ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് 32,000 കോടി രൂപ മറ്റോ ആണ് ഒറ്റയടിക്ക് എക്സ്പെൻസ് വർദ്ധിച്ചത്. ഈ ശമ്പള പരിഷ്കരണമെല്ലാം വന്നു. കഴിഞ്ഞ ഗവൺമെൻറ് അവസാനം ശമ്പള പരിഷ്കരണം വന്നു, നമ്മൾ വന്ന് ചെയ്തല്ലോ. ആ 3 വർഷം നമുക്കൊരു സ്റ്റാഗ്നേഷൻ ആയിരുന്നു ഇൻകത്തിൻ്റെ കാര്യത്തിൽ. 4ാം വർഷം അത് 1,73,000 കോടിയായി. ഈ വർഷം അത് ഞാൻ പറയുന്നത് ഇൻകം മാത്രമല്ല, ടോട്ടൽ എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി. ഈ വർഷം അത് 1,95,000 കോടിയെങ്കിലും ആവും. അപ്പം ആ 20,000 ഗ്രോത്തിലേക്ക് വീണ്ടും നമ്മൾ ആ ചാനലിലേക്ക് വീണു. അപ്പോൾ സാധാരണഗതിയിൽ അടുത്ത വർഷവും ആ ഗ്രോത്ത് വരും. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു ഗ്രോത്ത് വരുമെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഫൈനാൻസ് കമ്മീഷൻ ഏറ്റവും മോശപ്പെട്ട അവാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട അവാർഡായിരുന്നു. 3.8 ഒന്നും വേണ്ട. പണ്ട് 3.8 ഉണ്ടായിരുന്നു. ആകെ 100 രൂപ താഴെ കൊടുക്കുമ്പോൾ 3.8 നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അത് 2.6, 2.5 താഴെ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അത് 1.9 ആയി. അപ്പം ഇതോടെ മാറുമോ? അത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും? മീൻസ് ഇതിൽ ഞാൻ കണ്ട സോഷ്യൽ സെക്ടർ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സെക്ടറായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അതും അവിടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിപ്പോൾ കോൾ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് പറഞ്ഞു, അതിലൊരു ചേഞ്ച് വരേണ്ടത് വോളണ്ടിയേഴ്സ് ആക്കാതെ ദേ ആക്ച്വലി ബിക്കം പീപ്പിൾ ഹു ആർ ഗിവിങ് സർവീസ് ഫോർ എ കോസ്റ്റ് എന്നുള്ള രീതിയിലാക്കുക. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ സെക്ടർ ഓൾസോ ബിക്കംസ് എൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സെക്ടർ. ആ ഒരു രീതിയിലേക്കുള്ളൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഒരു ഇത് ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞിപ്പോൾ IT-യുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു ചേഞ്ച് ആ സെക്ടറിൽ വരുന്നുണ്ട്. ആ ചേഞ്ചിൻ്റെ മേ ബി ഇറ്റ് ഇസ് ടേക്കൺ കെയർ ഓഫ് സംവെയർ, പക്ഷേ അതിലൊരു ഇറ്റ് വിൽ ഗോ ത്രൂ എ ക്രൈസിസ്. ആ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നമ്മളിതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ഡെപ്ത് വി മേ ഫൈൻഡ് IT sector will go through a crisis. നാച്ചുറലി ആ ഒരു ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും, അതായത് ഈ IT സെക്ടറിൽ തന്നെ IT സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, ഇത് ന്യൂ ഇന്നിങ്സ് വരുന്നതല്ല. ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ AI വരുന്ന അപകടമാണ്. AI ഉണ്ടാക്കുന്ന ജോബ് ലോസ് ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതൊരു കാര്യമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. പിന്നെ അത് നമുക്ക് ഒക്കില്ലെന്ന് പറയാൻ ഒക്കില്ല. ഇല്ല, നമ്മളതിന് എതിരല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചില സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങൾ വരുന്നത് നേരിടുന്നത് പ്രാക്ടിക്കലായിട്ട് നേരിടാൻ പറ്റും. എല്ലാം നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ലോകത്തിൽ ഏറ്റവും അപകടം. പക്ഷെ അതൊന്നും തുടരുമോ? ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലി പറയുക. ഞാൻ ഒരു ഇഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്തതല്ല. പക്ഷെ അത്തരം ഒരു ഇപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെൻറ്റ് എത്രത്തോളം നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് കണ്ടാലേ അറിയത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ പല സാഹചര്യങ്ങൾ വരുമ്പം അതത് സാഹചര്യത്തിനനുസരിച്ച് മറികടക്കാനേ പറ്റൂ. ഇപ്പോൾ മുൻകൂട്ടി ഈ കാര്യങ്ങൾ ചെയ്യാനല്ല. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഹാർഡ് കോർ മീൻസ് ഹാർഡ്വെയർ കുറച്ചുകൂടെ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഭാവിയിൽ ഈ സോഫ്റ്റ് സ്കിൽസ് മാത്രമല്ല. അതാണ് ഈ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത്. ഇവിടെ നല്ല ഹോസ്പിറ്റൽസ് വരിക,
ഈവൻ കൾച്ചറും സ്പോർട്സും പോലും അടുത്ത ഒരു 10-20 വർഷത്തെ ഏറ്റവും വലിയ ഇൻകം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോലി ഉണ്ടാക്കുന്ന സാധനം കൾച്ചറും സ്പോർട്സുമാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. AVGC പോളിസി നമ്മൾ വന്നല്ലോ. ട്യൂൺസ് തുടങ്ങിയത് നിങ്ങളുടെയൊക്കെ കാലത്താണ്. ട്യൂൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ്. ഇത്തവണ സ്പോർട്സിനും അതുപോലെ യുവജനക്ഷേമത്തിനുള്ള നീക്കിയിരിപ്പ് കഴിഞ്ഞ ബജറ്റിനേക്കാൾ വലിയ തോതിൽ വലിയ ജമ്പായിരുന്നു. പക്ഷേ ടൂൺസ് വൺ ഓഫ് ദ ഫ്യൂ വിച്ച് സർവൈവ്ഡ്. ആ ആനിമേഷൻ സെക്ടറിൽ വന്ന ചേഞ്ചസ് വാസ് ട്രെമെൻഡസ്. അല്ല, ഞാൻ പറഞ്ഞ അപ്പം ഈ പുതിയ കോർ ടെക്നോളജിയും കോറായിട്ടുള്ള ആളുകൾ, കേരളത്തിലെ ആളുകൾ കോറായിട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ച് പിന്നെ ചെയ്ത് അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പം ഡിഫൻസിൻ്റെ പിന്നെ റെയർ എർത്ത് ഇതിനൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ കൃഷിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈടെക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. ഇൻട്രസ്റ്റ് സബ്വെൻഷനോടുകൂടി 20 കോടി വെച്ച് വരെ കൊടുക്കാവുന്ന ലോണിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഹൈടെക് കൃഷി ചെയ്യുന്നവർ. അപ്പോൾ വെറും കൃഷിയല്ല, കൃഷിക്കാർ നല്ലപോലെ ഇങ്ങനെ ഈ ബേസിക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ എക്കണോമിയെ തകർക്കാൻ. റബ്ബർ സബ്സിഡിയുടെ കാര്യത്തിൽ കേന്ദ്രത്തെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് റബ്ബർ സബ്സിഡി കേന്ദ്രം നമുക്ക് തരേണ്ട പണം തരുവാണെങ്കിൽ ഇതിനകത്തല്ല എന്തെങ്കിലും ഒന്നും കുറച്ചുകൂടെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷകളൊക്കെ അങ്ങനെ പറയുന്നത്. തൊട്ട് 3-4 മാസം കൊടുത്തേ ഒരിക്കലും ഇത് കൊടുക്കുമെന്ന് അന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ആ കൃഷിക്കാർക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം കൂടി മനസ്സിലാക്കിയില്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും അങ്ങനെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും നമുക്കിപ്പം സെൻട്രലിൽ നിന്ന് കിട്ടാനുള്ളത് നമ്മുടെ ഇപ്പോൾ ഈ 3 മാസത്തെ നമ്മുടെ 12,000 കോടി എടുക്കാവുന്നതിൽ 6,000 കോടി കട്ട് ചെയ്തു. സാധാരണഗതിയിൽ അപ്പോഴേ ഖജനാവ് അടച്ചു പൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന സ്ഥിതി അവർ ചെയ്തത്. പക്ഷെ നമ്മൾ ഓടിപ്പോകുന്നില്ലേ. നമുക്ക് കിട്ടാനുള്ള പണം അതിൻ്റെ ഒരു ഭാഗം കിട്ടിയാൽ നമുക്ക് ക്ഷേമ പെൻഷനൊക്കെ ഇതിനേക്കാൾ കൂട്ടാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ ചെയ്യുവാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണമാണ്, വെറുതെ ഞാൻ പറയുന്നതല്ല. അതോടെ കിട്ടുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. കണ്ണനൊരു എക്കണോമിക് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ എങ്ങനെയാണ്? കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര വലിയ ഒരു സമ്മർദ്ദമെന്നോ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഘട്ടത്തിലെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ നോക്കിയാൽ ഈ ഒരു 5 വർഷക്കാലത്തെ ഒരു എക്കണോമിക് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഫിനാൻസ് മിനിസ്റ്റർ എങ്ങനെയാണ് കാണുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ നല്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ലാസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ചതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നടത്തിയല്ലോ. ഐ ഹാവ് നോ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ. സോ ഞാൻ വളരെ അക്കാഡമിക് ആയിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞോളൂ. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഇല്ല. അപ്പോൾ അക്കാഡമിക് രീതിയിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രമല്ല, നമ്മുടെ 2003 വന്ന FRBM ആക്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകൾക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക സമ്മർദ്ദം. കാരണം അവർ പറയുകയാണ് നിങ്ങൾ ചിലവാക്കാൻ പാടില്ല, ബജറ്റിൻ്റെ 3% നിങ്ങൾ കടമെടുക്കാവൂ. ഈ പറയുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ എല്ലാവരും ഒരു ബജറ്റ് റിവ്യൂവിന് എടുത്തു കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടി കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇന്ത്യ ഇത് ശരിക്കും പറഞ്ഞാൽ റിച്ചാർഡ് നെൽസൻ്റെയൊക്കെ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പുള്ളൊരു കൺട്രിയാണ്. അപ്പം നമുക്ക് ചേർന്നൊരു പോളിസി അല്ല ഈ FRBM എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആക്ച്വലി ഇറ്റ് ഈസ് ഓൺലി ഫിറ്റഡ് ടു ദി ഡെവലപ്ഡ് നേഷൻസ്. അവർ ഫേസ് ചെയ്യുന്ന ഗ്രോത്ത് വിത്ത് ബിസിനസ് സൈക്കിളാണ്. അപ്പോൾ അവർക്ക് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം മാത്രമാണ്. ദേ ഓൾറെഡി അച്ചീവ്ഡ് സംതിങ്. അപ്പോൾ ആ അച്ചീവ് ചെയ്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് എക്സ്പെൻഡിച്ചർ കൂട്ടേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമുക്കവിടെ ആ ഫ്രെയിം വർക്ക് ഇവിടെ സംസ്ഥാനങ്ങളുടെ മണ്ടയിൽ കൊണ്ടേൽപ്പിച്ചിട്ട് 3% നിങ്ങൾ കടമെടുത്താലല്ലേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു തരത്തിൽ ഞാൻ പറഞ്ഞത് അത് തന്നെയും പല കാരണങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള റിസോഴ്സസിനെയും വളരെ വലിയ തോതിൽ ഫ്രീസ് ചെയ്യുന്ന ഒരു കാലത്ത് ഒരു സ്റ്റേറ്റിന്റെ ഫിനാൻസ് ഒരു 53% ഒക്കെ അല്ലെങ്കിൽ 47% ഒക്കെ ആയിരിക്കും സ്റ്റേറ്റിന്റെ ഓൺ റവന്യൂ എന്ന് പറയുന്നത്. ബാക്കി കൂടുതലും സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റിൻ്റെ ഇടയ്ക്കാണ്. പക്ഷേ നമുക്കിവിടെ 73% നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ 73%-ൽ 27% വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റണ്ട് പോലെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാനുള്ളത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ കമ്മി കുറയും. ഈ 5 വർഷക്കാലം ഇപ്പോൾ കണ്ണൻ പറഞ്ഞ പോലെ നേരിട്ടിട്ടുള്ളൊരു വലിയ ക്രൈസിസ്, ഒരു ഭാഗത്ത് സെൻട്രലിൻ്റെ ഈ സമീപനം, എന്നാൽ നമ്മൾ തുടരുന്ന ഈ വികസനത്തെ ഒരു തരത്തിലും പുറകോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇതിൻ്റെ ഒരു വല്ലാത്ത ഇടയിൽ കിടന്ന് ആണ് തീർച്ചയായിട്ടും. വിഴിഞ്ഞത്തിൻ്റെ ആദ്യത്തെ വർഷം തുടങ്ങി, വിഴിഞ്ഞത്തിൻ്റെ തന്നെ പണിയെടുക്കുമ്പോൾ നമ്മളാണല്ലോ കൊണ്ട് ചെയ്തത്. ഒന്നാം ഗവൺമെൻറ് സമയത്ത് ഉദ്ഘാടനം ചെയ്തെങ്കിൽ സ്പെൻഡിങ് കോവിഡൊക്കെ ആയിട്ടൊന്നും നടന്നില്ല. നമ്മൾ KFC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൈക്കടം മേടിക്കുന്ന പോലെ പണം അത് എടുക്കാം. പക്ഷേ അത് അങ്ങനെ സാധാരണ ചെയ്യാറില്ല. അങ്ങനെയെല്ലാം മനയിട്ടാണ് ആദ്യത്തെ വർഷം കൊണ്ടുവന്നത്. ഈ പണമൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നെ വിഴിഞ്ഞം അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞം ഇപ്പോൾ ഈ ലെവലിലെത്തുമോ? നമ്മളതിൻ്റെ നേരത്തെ ആക്കുകയാണല്ലോ. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലും വലിയ
പ്രശ്നമാണ്. സാമ്പത്തികം ഇല്ലെങ്കിൽ എല്ലാം പോയല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ നടത്തി എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വലിയ തോതിൽ കട്ട് ചെയ്യുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവും ചോദിച്ചത്. നിങ്ങൾ പറയുന്നു 58,000 കോടി കിട്ടാനുണ്ടെന്ന്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു സംശയം അദ്ദേഹത്തിന് കിടക്കുകയാണ്. മറുഭാഗത്ത് അദ്ദേഹം പറയും ധൂർത്താണ്, അല്ലെ പ്രതിപക്ഷം പറയുന്നൊരു ഭാഗം വാദം എന്ന് പറയുന്നത് ധൂർത്താണെന്നുള്ളതാണ്. അത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേരുന്നത്? അല്ല, ഇതാണ് ഇന്ത്യ സംശയം. ഞാനത് വാസ്തവത്തിൽ നമ്മൾ ധൂർത്തായിട്ടുള്ളൊരു കാര്യവും ചെയ്യുന്നില്ല. നമ്മളൊന്നും ഒരു ധൂർത്ത് കാണിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഞങ്ങൾ ഈ മന്ത്രിമാരുടെ തന്നെ വണ്ടികൾ സാധാരണ 2 വർഷത്തിലൊക്കെ മാറുന്നതാണ്. ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാനല്ല, നല്ലൊരു ഭാഗം മന്ത്രിമാർ ഈ 5 വർഷത്തിന് മുമ്പുള്ള മന്ത്രിമാർ ഉപയോഗിച്ച വണ്ടി ഉപയോഗിക്കുന്നത്. കാരണം അതിലൊന്നും വലിയ കാര്യം ഇല്ല. ചെറിയൊരു കാര്യം പോലും വലിയ വാർത്തയാക്കും. വണ്ടി അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു പൊതുവായ രീതിയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പറയും, നിങ്ങൾ 10 ലക്ഷം താഴെയുള്ള വണ്ടിയൊക്കെ എടുത്താൽ മതി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെയും പറയും. എങ്ങനെ ഈ തിരുവനന്തപുരത്ത് തന്നെ കറങ്ങുന്നതിന് തന്നെ ഒത്തിരി വലിയ വണ്ടി, ദൂരെയുള്ളതിനെ അതനുസരിച്ച് വേണം. ഇതൊന്നും പക്ഷേ വലിയ ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ചെറിയ മീകറായ കാര്യങ്ങളാണ്. കാരണം അതൊരു മെസ്സേജാണ്, അതൊരു മെസ്സേജിൻ്റെ ഭാഗമാണ്. പക്ഷേ വൻ കൺസ്ട്രക്ഷൻ്റെ കാര്യം, തൊട്ടപ്പുറത്ത് പമ്പ ബിൽഡിംഗ് പണിയുന്നു. അതിൻ്റെ ആദ്യത്തെ എസ്റ്റിമേറ്റിനേക്കാളും ഞങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഡിസൈൻ മാറ്റി 20% കോസ്റ്റ് കുറച്ചു. ഇങ്ങനെ ഓരോ MLA ഹോസ്റ്റലിലെ സ്പീക്കർ ഉൾപ്പെടെ പിന്നെ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഓവർ ഡിസൈന്, ഓവർ എക്സ്പെൻഡിച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറയ്ക്കാം. പക്ഷേ ആ കുറയ്ക്കുന്നതുകൊണ്ട് മാത്രം ഈ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ട വരുമാനം സെയിൽ ടാക്സ് തന്നെയാണ്. പഴയ സെയിൽ ടാക്സ് അല്ലെ GST, അതിൽ നിന്നാണ് വരാൻ ബൾക്കായിട്ടുള്ള പണം മൊത്തം വരുന്നത് അതിൽ നിന്നാണ്. അതിനകത്ത് ഓരോ പ്രാവശ്യം സെൻറ്ററിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ അതിനിടെ കൊണ്ട് ഇതെല്ലാം എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ മാനേജ് ചെയ്ത് നമ്മളൊരു 1.5 ലക്ഷം 1.25 ലക്ഷം കോടി രൂപ നമ്മൾ 1.5 ലക്ഷം കോടി രൂപയോളം ഈ 5 വർഷം കൊണ്ട് നമുക്ക് ടാക്സ് നിക്ഷേപിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള ഒരു 2.5 ലക്ഷം കോടി രൂപയുണ്ട്. ബോറോയിങ് മാത്രം 1.25 ലക്ഷം കോടി രൂപയുണ്ട്. ഇപ്പോൾ കണ്ണൻ പറഞ്ഞ പോലെ ഇവരൊരു 3% ഉണ്ടെങ്കിൽ ആ 3%-നേക്കാളും കുറച്ചേ നമുക്ക് തന്നുള്ളൂ. കുറച്ചു. കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഓരോ ഗവൺമെൻറ്റിനും ഓരോ 5 വർഷം കഴിയുമ്പോൾ ഡബിൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടീച്ചറെ കണ്ടില്ലേ പ്രാവശ്യം? ടീച്ചർ നേരത്തെ ഒരു ലേഖനം എഴുതി, മേരി ജോർജ് ടീച്ചർ. 6 ലക്ഷം കോടി രൂപയാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തേക്കുന്നത്. എങ്ങനെയാണ് ഇതിങ്ങനെ വാസ്തവത്തിൽ ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓരോ VS ഗവൺമെൻറ് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന വർഷം ഡബിളായി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വർഷം ആദ്യത്തേത് കഴിഞ്ഞ് അവസാന വർഷം കഴിഞ്ഞിട്ട് ഐസക്ക് 1ാം പിണറായി സർക്കാരിൻ്റെ അവസാനം ആയിരുന്നപ്പം 1.5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായി. സാധാരണ ഇത് 6 ലക്ഷം ആവേണ്ടതാണെന്നുള്ള ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ നമുക്ക് 4,80,000 കോടി രൂപയെ ഈ വർഷം കഴിയുമ്പോഴാവും. അത് മാത്രം 1,25,000 കോടി രൂപ കുറഞ്ഞേ. അപ്പോൾ ഒരു വർഷം 5 വർഷം കൊണ്ട് 1,25,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം 25,000 കോടി രൂപയാണ്. ആകെ സംസ്ഥാനത്തിന് ആകെ കൊടുത്ത് തീർക്കാനുള്ള ബാധ്യത ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് ആകെ 25,000 കോടിയുള്ളൂ. മാത്രമല്ല അതായത് ഡി എ കുടിശ്ശിക 5 വർഷം കൊണ്ട് 25,000 ബോറോയിങ് മാത്രം കുറഞ്ഞു, ബാക്കി ഇൻകത്തി കുറഞ്ഞു. അത്രയും കുറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിരുന്നു നമ്മുടെ അവസ്ഥ. അതാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ അത് കുടിശ്ശികയല്ല, DAയുടെ ഗഡുക്കൾ കൊടുക്കും. പക്ഷേ പിന്നെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ കുറച്ച് മാസത്തെ കൊടുക്കാനുണ്ടല്ലോ, അത് ഈ വർഷം ഒരു ഭാഗം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു ഭാഗം കൊടുക്കും. അതും കൊടുക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, അതും ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെക്കാതെ പറയാൻ പറ്റില്ല. നേരത്തെ ശ്രീല അത് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സർക്കാർ ജീവനക്കാരായിരിക്കും. ഈ ബജറ്റ് തയ്യാറാക്കുമ്പോഴത്തെ ഒരു മേജർ കൺസേൺ ഇതായിരുന്നോ? കാരണം ഈ സർക്കാർ ജീവനക്കാരുടെ ഇക്കാര്യത്തിലൊരു അസംതൃപ്തി ഉണ്ട്. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികയുണ്ട്, DA ഉണ്ട്, പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അഷ്വേർഡ് പെൻഷൻ. അത് വളരെ വലിയ റിസ്കി ആയിട്ട് നല്ലപോലെ വർക്ക് ചെയ്യേണ്ട തീരുമാനമാണ്. പറയുന്നത് മാത്രം പോരല്ലോ, അതെല്ലാം നല്ലപോലെ വർക്ക് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മേഖലയിലൊക്കെ ഏപ്രിൽ തുടങ്ങും അല്ലേ? ഈ പണത്തിൻ്റെ വരവ് ചെലവ് അതുപോലെ ക്രയവിക്രയം എന്നുള്ളതിനപ്പുറം പണത്തേക്കാൾ മൂല്യം ഉള്ള ഒരു സാധനം ഈ ബഡ്ജറ്റിനകത്ത് ഒരു അന്തർധാര പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കൾച്ചറൽ വാല്യൂസാണ്. സാംസ്കാരിക മ്യൂസിയങ്ങൾ, അതുപോലെ നാടക പ്രവർത്തകർ, നാടക ആചാര്യന്മാരായി സ്ഥിരം കലാവേദി, അത് വളരെ പ്രധാനപ്പെട്ട ഒപ്പറ ഹൗസസ് ഒക്കെ ഇല്ലേ അമേരിക്കയിലൊക്കെ? അതെ, തീർച്ചയായിട്ടും. ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള അതെ, തോപ്പിൽ ഭാസി, PJ ആന്റണി, KT മുഹമ്മദ് എന്നിവരുടെ പേരിലുള്ള മ്യൂസിയങ്ങളും സ്മാരകങ്ങളും വരാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ മതനിരപേക്ഷ മൂല്യം എന്ന് പറയുന്ന അതിലൂന്നി നിന്നുകൊണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് എങ്ങനെ, ബഡ്ജറ്റിൽ ഈ വരവും ചെലവും പണവും റവന്യൂ കമ്മിയും ഒക്കെ വരുന്ന ഇടത്ത് മലയാള ഭാഷ അതിനകത്തുണ്ട്. മലയാള ഭാഷ പുതിയ കാലത്തെ ഡെവലപ്പർമാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്കാരവും
ഇതിൻ്റെയാണ് AI മറ്റേ ഇതൊക്കെ വരുമ്പോഴേ. അതെ, അപ്പോൾ ഭാഷയും സംസ്കാരവും കൂടി ഒരു സെക്കൻഡ് ചേരുന്ന വിധത്തിൽ ഒരു മതനിരപേക്ഷ മൂല്യം നിലനിർത്തി കൊണ്ടുപോകാൻ, കേരളത്തിൻ്റെ ആ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകാൻ കൂടി ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു എന്നാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ശ്രീ നജീബ്, ചോദ്യം. സെന്റർ ഫോർ കോണ്ടംപററി സ്റ്റഡീസ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അതിന്റെ ഒരു കാര്യം നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. ഞാൻ ഈ പ്രസാദ് നഗറിൽ താമസിച്ചതാണ്. അപ്പോൾ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ 20 കോടി രൂപ അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവർക്ക് 5 കോടി രൂപ എക്സ്ട്രാ കൊടുത്തായിരുന്നു. അവർക്ക് പഴയ സ്ഥാപനമാണ്. വളരെ പോസിറ്റീവ്. അതിപ്പോൾ നമ്മൾ അതിനെ ഒരു കുറച്ചുകൂടെ വലിയൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കണം. കാരണം അത് വേറെ ക്യാമ്പസ് ആണ്. അത്രയും ഒരു സത്യത്തിൽ മദ്രാസ് MDS അങ്ങനെ മറ്റേ സ്റ്റേറ്റിലുണ്ടല്ലോ. നമുക്ക് ആ ഒരു ലെവലിൽ ആദ്യം തൊട്ട് വരാൻ പറ്റില്ല. ഞാനൊക്കെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴേ, ചേട്ടനൊക്കെ പഠിക്കുമ്പോഴേ അവിടെ പോകുന്നതാണ്. അന്നത്തെ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഈ എക്കണോമിക്സിന് ധാരാളം പേര് വരുന്നുണ്ട്. അത് വരണം. അതിനാണത്. ഒരു 1-2 ചെറിയ പോയിന്റ്. അതായത് ഒന്ന്, നമ്മൾ ഈ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് എല്ലാ പ്രാവശ്യവും നമ്മളൊരു പ്രാതിനിധ്യം കൊടുക്കുന്നതാണ്. ഇപ്രാവശ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റിംഗ് റോഡിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മൾ നേരത്തെ ഈ 2 കാര്യവും ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയേണ്ട കാര്യമില്ല, നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രിവാൻഡ്രം മെട്രോയുടെ കാര്യം പറയേണ്ടതല്ലേ? പറഞ്ഞില്ല. കോഴിക്കോട് മെട്രോയുടെ കാര്യം പറയാനായിട്ട് പോവുകയും. തിരുവനന്തപുരം മെട്രോയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കോഴിക്കോടും നടക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മെട്രോയും കൂടെ വരുന്നതും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് RRTS വരുന്നത്. ഇത് വിഴിഞ്ഞം വരെ വേണം. അപ്പോൾ എല്ലാ കാര്യവും എല്ലാ പ്രാവശ്യം എല്ലാ ബഡ്ജറ്റും പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ തന്നെ ആ വഴിക്ക് വിടുന്നു. ഇപ്പോൾ അതിനകത്ത് ഒരുപാട്, ഇപ്പോൾ കിഫ്ബിയുടെ കാര്യമല്ല, ഈ KFOന്റെ കാര്യത്തിലൊക്കെ നല്ല അലോക്കേഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ണൻ, ഒരു ചോദ്യമായിട്ട് താങ്കളോട് ചോദിക്കാനുള്ളത് എന്താണ്? അതോട് കഴിഞ്ഞ അതെ, അല്ല, KFON ഞാൻ നന്നായിട്ടാണ് കാണുന്നത്. ഒരു ഇൻഫർമേഷൻ അസിമെട്രിയെ കുറയ്ക്കാനായിട്ട് KFONിലുള്ള കൂടുതൽ വിഹിതം സഹായിക്കും. അതിലൂടെ പബ്ലിക് വൈഫൈക്ക് 15 അതിൽ ഒരു കാര്യം, അതൊരു നല്ല കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു പൊതുവായിട്ടുള്ള പ്രേക്ഷകർ കാണുന്നതുകൊണ്ട് ഇപ്പോൾ കൈരളി അടക്കമുള്ള മാധ്യമ ചാനലുകൾ ഈ ഒരു ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ ഈ ബഡ്ജറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ചാനലുകൾ ശ്രമിക്കണം. കാരണം ഇന്ന് രാവിലെ ഒരു അധ്യാപകൻ, ഒരു സീനിയർ അധ്യാപകൻ വെയ്സ് ആൻഡ് മീൻസിനെ കുറിച്ച് വളരെയധികം വിമർശിക്കുന്നുണ്ട്. അത് നമുക്കൊരു കടബാധ്യതയായിട്ട് വരുന്നില്ല, ഒന്ന്. പിന്നെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ടെൻഡൻസിയെ കാണിക്കുന്നു, ഒന്ന്. 2, അതിൻ്റെ സ്പിൽ ഓവർ എഫക്റ്റ് കേരളത്തിൽ മാത്രമല്ല ലഭിക്കുന്നത്, രാജ്യം മുഴുവൻ ലഭിക്കുന്നത്. നമ്മുടെ ചെലവ് കാര്യക്ഷമമായ ചെലവ്, ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ പ്രൊഡക്റ്റീവാണ്. കേരളത്തിൽ കാണാനുണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ അതുപോലെ. ഇത് പറയുമ്പോഴും ഇപ്പോൾ കണ്ണൻ പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞൊരു കമൻറ്റ് ലാസ്റ്റ്, അതായത് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്ററിയോ ആക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. എനിക്കൊന്ന് KM ഷാജിയെ അനുസ്മരിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വർഗീയതയെ തൊട്ടതിൻ്റെയോ ചൂണ്ടിക്കാട്ടിയതിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ടച്ച് ചെയ്തു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ടച്ച് ചെയ്ത് തന്നെ പറഞ്ഞു. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടം ബഡ്ജറ്റിൻ്റെ സമയത്തിനകത്ത് ചുരുങ്ങിയേ പറയാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഹിന്ദുരാഷ്ട്രമായാലും ഇസ്ലാമികമായാലും വേറൊരു ജാതിയായാലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ നാട്ടിലെ ഈ കേരളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമില്ല. അയ്യപ്പനും ബാവരും എന്ന് പറയുന്നത് മാത്രമല്ല, ഞാൻ അതിനകത്ത് 450-500 വർഷം പഴക്കമുള്ള ചില ചർച്ചുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ഔദ്യോഗികമായി കത്തോലിക്ക സഭ വന്നെങ്കിൽ അതിനും 100-200 വർഷം മുമ്പ് കത്തോലിക്ക ബിഷപ്പ് ഉണ്ടായിരുന്നു ഇവിടെ, വന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്ന തൊട്ടുള്ള കഥകളും അതിൻ്റെ ചരിത്രമുള്ള ക്രിസ്ത്യൻ സഭകളുണ്ട്, ബുദ്ധവിഹാരങ്ങളുണ്ട്. നമ്മുടെ മലയാളത്തിൽ പറയപ്പെട്ട ബന്ധുകുലം എന്ന് പറയുന്ന ആ പ്രശസ്തമായിട്ടുള്ള കേരളോത്പത്തി, അതിനകത്ത് എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ ചേരമാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് മതമാണ് പ്രശ്നം എന്ന് പറയുകയും ജാതി പറയുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം പണ്ട് തൊട്ടേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ ഒറ്റമുണ്ടും സാധാരണ വേഷവും ധരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ സിംപ്ലിസിറ്റി മാത്രമല്ല, രാജാക്കന്മാർ എലക്ട് ചെയ്യപ്പെടുന്നതായിരുന്നു ഇവിടെ ഈ പഴയ കാലത്ത്. അല്ലാതെ വാളും ആയുധം കൊണ്ടുവന്ന രാജാക്കന്മാർ മാത്രമല്ല, ഡെമോക്രാറ്റിക്കായ ഒരു സിസ്റ്റം ഉണ്ട്. അതും ഇങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് ഇപ്പം പിന്നെ വാമനനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അല്ല, മഹാബലിയോടെ കൺസെപ്റ്റ് ഉള്ളതാണ്. ദുര്യോധന ക്ഷേത്രമുണ്ട് ഇവിടെ, നൂറ്റുപേർക്ക് ക്ഷേത്രമുണ്ട്, ശകുനിക്ക് ക്ഷേത്രമുണ്ട്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഞാനൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന്, ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ചെറിയ കാര്യമല്ല. വാസ്തവത്തിൽ ഇപ്പോൾ അതെല്ലാം പറഞ്ഞ് മോണോലിത്തിക് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്രയും പാരമ്പര്യമുള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തിനെ കേരളമാക്കി കൊണ്ടുപോയത് അതിൻ്റെ പ്രത്യേകത. ലോകത്തു നിന്നെല്ലാം കരയിൽ കൂടെ വന്നവരുണ്ട്, കടലിൽ കൂടെ വന്നവരുണ്ട് കേരളത്തിൽ വ്യാപാരികളൊക്കെ.
അങ്ങനൊരു കേരളം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം. ഈ കോണ്ടെക്സ്റ്റിൽ ശ്രീല അദ്ദേഹം പറഞ്ഞത് മലയാളിയുടെ ഒരുമ കൊണ്ട് വർഗീയതയെ നേരിടുന്നതിനെ കുറിച്ചുകൂടിയാണ്. ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമായിരുന്നു. വളരെ ലളിതവും എന്നാൽ അത്രമേൽ ആയിരുന്നു. അത് വളരെ ഈ കാലത്തിൻ്റെ ഒന്നായിരുന്നു. പണ്ട് AK ആന്റണി പറഞ്ഞത് ഈ പ്രതിസന്ധി ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം മുണ്ട് മുറുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഈ പ്രതിസന്ധി വരുമ്പോൾ താങ്കളാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, കഴിഞ്ഞ സർക്കാരാകട്ടെ, ഈ സർക്കാരാകട്ടെ മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ടും സഹിച്ചും കഴിയുക എന്നതിനപ്പുറത്തേക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണോ ശീലിച്ചത്? ചെയ്തത് അതാണോ? ഗവൺമെന്റിന് ഈ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് ഒന്നും ആരും ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നതല്ല വേണ്ടത്. നമ്മൾ പുറകോട്ടേ പോകും. നമ്മൾ പിന്നെ എല്ലാവർക്കും ഇത് കൊടുക്കണം. അതിദരിദ്രരായിട്ടുള്ള 64,000 പേര് എങ്ങനെ പോട്ടെ എന്നല്ല, അവർക്കും കൂടി കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. റിസോഴ്സ് ഇല്ലാത്തല്ല പ്രശ്നം. നമ്മളെക്കാൾ റിസോഴ്സ് ഉള്ള ഒത്തിരി സ്റ്റേറ്റുകളുണ്ട് ഇന്ത്യയിൽ. ആ റിസോഴ്സ് ഉള്ള സ്റ്റേറ്റുകൾക്ക് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തത്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ്. എല്ലാവരെയും കൈപിടിച്ച് കൊണ്ടുപോവുക, ഉയർത്തുക എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ആമുഖത്തിൽ ഒരു ഗംഭീര സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ദാ ഇങ്ങനെയൊക്കെ നമ്മളെ ഞെരുക്കാൻ പോകുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചറിയാനായി, അത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായി എന്ന് പറഞ്ഞൊരു ആത്മവിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. പ്ലാൻ ബി എന്ന് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു A മാത്രമല്ല, അപ്പുറത്തൂടെ കൂടെ വരുമല്ലോ ഇങ്ങനത്തെ പരിപാടി. വളരെ സൈലൻ്റായി അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ വലിയ ഒച്ചപ്പാടും പൊടിപ്പും തൊങ്ങലും ആർഭാടവും അലങ്കാരവും ഒന്നുമില്ലാതെ വളരെ സൈലൻ്റായി ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടേക്ക് ഓഫിലാണ് 4ാമത്തെ ബഡ്ജറ്റിൽ വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ 6 കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ട് ടേക്ക് ഓഫിലാണെന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 20,000 കോടിയുടെ ഇൻകം എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചില്ലേ ഒറ്റയടിക്ക്. ഇത്തവണ ആ തളർച്ചയൊക്കെ മാറി. പ്രശ്നങ്ങളുണ്ട്, അതിനേക്കാളും മുന്നോട്ട് പോകത്തില്ല എന്നാണ് നിർദ്ദേശങ്ങളില്ലാതെ. ഏതായാലും അത് ഇലക്ഷൻ തൊട്ട് മുമ്പ് ആയതുകൊണ്ട് നികുതി തരത്തിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതല്ല, 2 കാര്യങ്ങളും നമ്മൾ വ്യാപാരികൾക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്ലഡ് സെസിന്റെ കണ്ടിന്യൂറ്റി, രണ്ടാമത് ഈ 50,000 രൂപയ്ക്ക് താഴെയുള്ള മുഴുവനും എഴുതി തള്ളിയല്ലോ. വ്യാപാരി വ്യവസായങ്ങളുടെ മുഴുവൻ 50,000 താഴെയുള്ള 50,000 പ്രിൻസിപ്പൽ എമൗണ്ടാണ്, ചിലപ്പോൾ 10-15 ലക്ഷം വരെ ആയിരിക്കും. ഇത് മുഴുവൻ നേരത്തെ എഴുതി തള്ളിയതാണ്. അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ. ഏതായാലും എനിക്ക് തോന്നുന്നത് പല പ്രതിസന്ധികളെ നേരിട്ട മലയാളിക്ക് മുമ്പിൽ, ധനപ്രതിസന്ധി നേരിട്ട ഒരു നാടിൽ ആത്മവിശ്വാസത്തോടെ അതിനെ കരകയറാൻ ശേഷി കാട്ടിയ ധനകാര്യമന്ത്രി എന്നായിരിക്കും താങ്കൾ ആ നിലയിൽ വിലയിരുത്തുക എന്ന് വിചാരിക്കുന്നു. നിശ്ചയമായും. കാരണം അങ്ങനെ ഏറ്റവും വലിയ ദീർഘമായൊരു ബജറ്റ് പ്രസംഗം FM1 ട്രയലിൽ നേരിട്ടെത്തി നമ്മളോടൊക്കെ സംസാരിച്ച് നമ്മുടെ ചോദ്യങ്ങൾ, അതിനിടയിൽ വന്ന നിരീക്ഷണങ്ങൾ, എല്ലാ വർഷങ്ങളെയും പോലെ, അതാണ് ഓർമ്മിപ്പിച്ച കാര്യം. അതാണ് FM1 ട്രയലും കഴിഞ്ഞ എല്ലാ ബജറ്റിലും എന്ന പോലെ തന്നെ തുടർച്ചയായി മുന്നോട്ട് വരികയായിരുന്നു. 6ാമത്തെ തവണയാണ് അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ FM1 ട്രയലിൽ കൈരളി ന്യൂസിനോടൊപ്പം പങ്കുചേർന്നത്. വളരെയധികം നന്ദി. ഒപ്പം മറ്റുള്ളവർക്കും.